ഹലോ എവരിവൺ. നമ്മൾ പുതിയ സ്കോഡ കുഷാക് ഫേസ് ലിഫ്റ്റിൻ്റെ ഡ്രൈവായിട്ട് ജയ്പൂർ വന്നതാണ്. ജനുവരിയിലാണ് ഈ വണ്ടി കാണിച്ചത്. കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു അത് അൺവീൽ ചെയ്തത്. പക്ഷേ ഇറ്റ് ടുക്ക് ദം സം ടൈം. ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഡ്രൈവ് ഇവിടെ നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും ബാക്കി ഡീറ്റെയിൽസും ഈ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ അധികം എലാബറേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പുതിയൊരു 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ജാപ്പനീസാണ്. എയ്സിൻ എന്ന് പറയുന്ന കമ്പനിയുടെ അടുത്തുനിന്ന് സോഴ്സ് ചെയ്തേക്കുന്ന ഗിയർ ബോക്സ് ആണ്. എവർ സിൻസ് ദ അനൗൺസ് ദാറ്റ് ഞാൻ വളരെ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു, ജസ്റ്റ് ടു സീ ഹൗ ഇറ്റ് പെർഫോംസ്. കാരണം ഒരു ചെറിയ എഞ്ചിൻ്റെ കൂടെ ഒരു 8 സ്പീഡൊന്നും ആരും കൊടുക്കാറില്ല. കാരണം വലിയ വലിയ എഞ്ചിൻസിൻ്റെ കൂടെയാണ് നമ്മൾ അത്രയും നമ്പർ ഓഫ് ഗിയേഴ്സ് കൊടുക്കുന്നത് ടു യൂസ് ദാറ്റ് ആ ഒരു ടോപ്പ് സ്പീഡെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എയ്സിൻ ഈ ഒരു ഗിയർ ബോക്സ് മാർക്കറ്റ് ചെയ്യുന്നത് ഇത് എമിഷൻസ് കുറയ്ക്കും, അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടും, കൂടുതൽ ഗിയേഴ്സ് വരുമ്പോൾ വണ്ടിയുടെ ഡ്രൈവബിലിറ്റി മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ദിസ് വിൽ ബിക്കം എ മെയിൻ സ്റ്റേ. ഇനിയുള്ള പല മോഡൽസിലും ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഗിയർ ബോക്സ് ആണ്. സോ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു കണ്ടന്റ് വിത്ത് കാഴ്ച. അപ്പോൾ നമുക്ക് കുഷാക് ഫേസ് ലിഫ്റ്റിൽ വന്നേക്കുന്ന മാറ്റങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. യു ഗെറ്റ് എ ന്യൂ ഫ്രണ്ട് എൻഡ്. ഗ്രില്ല് മാറിയിട്ടുണ്ട്, ബമ്പർ മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കണക്റ്റഡ് DRL പോലൊരു സ്ട്രിപ്പ് പോയിട്ടുണ്ട്, വിച്ച് പാസസ് ത്രൂ ദ ഗ്രിൽ. അതിൻ്റെ ഉള്ളിൽ സ്ലാറ്റ്സിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് കത്തുന്നത്. ആൻഡ് ഗ്രില്ല് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ദിസ് ആസ് എ ക്രോം ഗ്രിൽ. ഇത് പ്രസ്റ്റീജ് എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ മോണ്ടെ കാർലോ എന്ന് പറയുന്ന ട്രിമ്മിന് ഗ്ലോസ് ബ്ലാക്ക് ആണ്. 2 സ്ലാറ്റ്സ് മാത്രം റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്പോർട്ടി ആക്സെൻറ്റിന് വേണ്ടിയിട്ട്. ഐ ഡോണ്ട് തിങ്ക് അതത്ര ഭംഗിയുള്ളൊരു ഡീറ്റെയിൽ ആണെന്നുള്ളത്. ബമ്പർ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ളൊരു എയർ ഡാം വന്നിട്ടുണ്ട്. അതിന് ഒരു സിൽവർ കളറിലുള്ള സറൗണ്ട് വന്നിട്ടുണ്ട്. അഗെയിൻ മോണ്ടെ കാർലോ ഗെറ്റ്സ് ഇറ്റ് ഇൻ ബ്ലാക്ക്. അതുപോലെ തന്നെ 2 ടൈപ്പ് അലോയ് വീൽ ഡിസൈൻസ് ഉണ്ട്. പ്രസ്റ്റീജിന് റാഡിം എന്ന് പറയുന്ന ഒരു പുതിയൊരു ഡിസൈൻ അലോയ് വീലാണ് വരുന്നത്. അതുപോലെ മോണ്ടെ കാർലോൻ്റെ ടോപ്പ് സ്പെക്കിന് 1.5-ന് യു ഗെറ്റ് സംതിങ് കോൾഡ് സജിറ്റാരിസ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു, കുറച്ച് കിയയുടെ ഒക്കെ പ്രീവിയസ് ആ ഒരു സെൽറ്റോസിലൊക്കെ ഡിസൈൻ്റെ ആയിട്ട് സിമിലർ ആയിട്ട് തോന്നുന്ന പോലത്തെ ഒരു വീലാണ് അതിന് കൊടുത്തേക്കുന്നത്. റെഗുലർ 1 ലിറ്റർ മോണ്ടെ കാർലോ മോഡൽസിന് നമ്മുടെ പഴയ വേഗ എന്ന് പറയുന്ന ആ ഒരു അലോയ് വീൽ തന്നെ ഡ്യുവൽ ടോണിൽ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ മോണ്ടെ കാർലോയിലൊക്കെ ഉണ്ടായിരുന്ന സെയിം വീൽ തന്നെയാണ്. ആ വീലിൻ്റെ തന്നെ ഫുൾ സിൽവർ ആയിട്ടുള്ള വേരിയൻ്റ് ആണ് സിഗ്നേച്ചറിന് വരുന്നത്. അതുപോലെ ഓൾ ബ്ലാക്ക് ആണ് സ്പോർട്ട് ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിന് വരുന്നത്. അതുപോലെ ബേസ് മോഡലിന് മുന്നേ ഉണ്ടായിരുന്ന ഗ്രസ് എന്ന് പറയുന്ന ആ ഒരു വീല് 16 ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അലോയ് വീൽസ് ആർ സ്റ്റാൻഡേർഡ് അക്രോസ് ഓൾ വേരിയൻസ്. അതുപോലെ തന്നെ ബേസ് മോഡലിൽ റിയർ വൈപ്പർ, ഡിഫോഗർ, അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ്, സൺ റൂഫ്, ഇതെല്ലാം എല്ലാ വേരിയൻറ്റിലും കൊടുക്കുന്നുണ്ട്. സോ സ്കോഡ ഈസ് ബീയിങ് ജനറസ് ദിസ് ടൈം. ബേസ് മോഡലാണ് മേടിച്ചതെന്ന് പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് ഒന്നും കിട്ടാണ്ടിരിക്കുന്നില്ല. യു ഗെറ്റ് ഓൾ ദ ഫീച്ചേഴ്സ് ഇൻ ദ ബേസ് മോഡൽ. അതുകൊണ്ട് തന്നെ ബേസ് മോഡൽ നമുക്ക് പെർട്ടിക്കുലർലി നല്ല വാല്യൂ ആയിട്ട് തോന്നും. ബാക്കിയുള്ള ചേഞ്ച് ബാക്കിലേക്ക് വരുമ്പോൾ യു ഗെറ്റ് എ കണക്റ്റഡ് ടെയിൽ ലാമ്പ്. അതിൽ സ്കോഡ എന്നുള്ള ലെറ്ററിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ റിയർ കുറച്ചും കൂടി ഒന്ന് വൈഡായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ബമ്പറിലൊക്കെ ചെറിയ റീഡിസൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫ്രണ്ടിലത്തെ ബമ്പറിൽ ഫോഗ് ലാംപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൈലാക്കിൻ്റെ പോലത്തെ ഗ്രില്ലാണെങ്കിലും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് കൈലാക്കിന് മുകളിൽ DRLസും താഴെ ബമ്പറിലായിട്ടുള്ള ഹെഡ് ലാംപ്സും ആണ്. ആസ് ഇൻ ദ അതർ വേ അറൗണ്ട്. മുകളിലാണ് ഹെഡ് ലാംപ്സ്, താഴെ ബമ്പറിൽ യു ക്യാൻ സീ ദ ഫോഗ് ലാംപ്സ്. ഉള്ളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ മോഡൽസിനും സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽസിനൊക്കെ സിംഗിൾ പെയിൻ ആണെങ്കിൽ ഈ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിനൊക്കെ നമുക്ക് ഡ്യുവൽ പെയിൻ സൺ റൂഫ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡാഷ്ബോർഡിൽ യു ഗെറ്റ് 2 സ്ക്രീൻസ്. നമുക്ക് ഇവിടെ ഡ്രൈവറിനൊരു പുതിയ 12.3 ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ലുക്സ് ദ പാർട്ട്. കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പഴയ ഒരു ചെറിയ ഡിസ്പ്ലേ മാറി നൗ ഇറ്റ് ലുക്സ് എ ബിറ്റ് മോർ പ്രോപ്പർ. കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓൾസോ യു ഗെറ്റ് ദിസ് 10-inch സ്ക്രീൻ. കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്. ഇത്തിരി കൂടി ടോളറാണ് ഈ ഒരു സ്ക്രീനിനെ വെച്ച് നോക്കുമ്പോൾ. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് AI ഒക്കെ വന്നിട്ടുണ്ട്. സോ ഗൂഗിളിൻ്റെ AI ആണ് ഇത് പവർ ചെയ്യുന്നത്. യു ക്യാൻ യൂസ് ദാറ്റ്. താഴെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു AC ഇവൻസും അതുപോലെ തന്നെ ആ ഒരു ടച്ച് പാനലും ACയുടെ കൺട്രോൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അഗെയിൻ ക്വാളിറ്റിയിലൊന്നും വേറെ ഡിഫറൻസ് ഒന്നുമില്ല. AC ഇവൻസ് ഒക്കെ പഴയ പോലെ തന്നെയാണ്. എനിക്ക് അതിൻ്റെ ടാബ് ഇപ്പോഴും കുറച്ച് ഇഫിയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അത് ചിലപ്പോൾ ഒടിഞ്ഞു പോരാനുള്ളൊരു സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് വേറെ ചേഞ്ച് ഒന്നുമില്ല. അവിടെ ഒരു വയർലെസ് പാഡ് വന്നിട്ടുണ്ട്. 2 USB-C ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിന് യു ഗെറ്റ് 6-way അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു സീറ്റിനും ആ ഒരു സീറ്റിനും ഉണ്ട്. സോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ വെന്റിലേറ്റർ ആണ്. അഗെയിൻ വെന്റിലേഷൻ ഫംഗ്ഷന് കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഒരു ഇത് തൊട്ട് പറയുന്നതാണ്. സ്റ്റിയറിംഗ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്കോഡയുടെ ആ ഒരു ഇൻ്റർനാഷണൽ വണ്ടികളിൽ ഒക്ടാവിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇപ്പോഴും. ഇൻഫാക്ട് ഈ ഒരു A0iN വണ്ടികളിൽ ഏറ്റവും ക്വാളിറ്റി ബിറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് ആയിരുന്നു. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു റാപ്പും അതുപോലെ തന്നെ ആ ഒരു നേൾഡ് ഫിനിഷിലുള്ള ആ ഒരു റോട്ടറി ബട്ടൺസും ആൻഡ് നമ്മുടെ ഫേവറേറ്റ് ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ അതുണ്ട്. ആ ഒരു ബട്ടണിന് അവർ ഫംഗ്ഷനൊന്നും കൊടുത്തിട്ടില്ല ഇന്ത്യൻ വേർഷന്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വിൽ ജസ്റ്റ് സേ ബട്ടൺ വിത്തൗട്ട് ഫംഗ്ഷൻ. പക്ഷേ ഒരു ബട്ടൺ ഉണ്ട്.
സോ ദാറ്റ് കണ്ടിന്യൂസ് ആൻഡ് ഗുഡ് ഡ്രൈവിംഗ് പൊസിഷൻ, നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. റഷ് അവർ ട്രാഫിക്കിലാണ് നമ്മൾ, പക്ഷേ മോർ ഓർ ലെസ് കംഫർട്ടബിൾ ഡ്രൈവിംഗ് ദിസ് കാർ. ഫീൽസ് സെക്കൻഡ് നേച്ചർ. അതൊരു സ്കോഡയുടെ എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കയറി കഴിയുമ്പോൾ തന്നെ നമുക്കിതൊരു വളരെ ഫെമിലിയർ ആയിട്ട് എന്ന് ഓടിക്കുന്ന ഒരു വണ്ടി പോലെ തന്നെ തോന്നും. ഇറ്റ്സ് ഓൾ ഡൗൺ ടു ദ എർഗണോമിക്സ്, ഇറ്റ്സ് ഓൾ ഡൗൺ ടു ദ വേ ഇറ്റ്സ് ബിൽറ്റ്. സീറ്റ്സ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്, സൈഡിൽ നല്ല ബോൾസ്റ്ററിംഗ് ഒക്കെ ഉണ്ട്, അണ്ടർ തൈ സപ്പോർട്ടൊക്കെ കൊള്ളാം. ആൻഡ് യു ഗെറ്റ് ഗുഡ് വിസിബിലിറ്റി, മിറേഴ്സ് ഒക്കെ പ്രോപ്പർലി ഒരു എല്ലാം ബാക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. റിയർ വിസിബിലിറ്റി ഈസ് ഓൾസോ റിയലി ഗുഡ്. 360 ക്യാമറ ഒന്നും ഇല്ല, പക്ഷേ യു ഹാവ് എ റിയർ ക്യാമറ വിച്ച് ഈസ് ഗുഡ് ഇനഫ് ഫോർ മോസ്റ്റ് പീപ്പിൾ. ബൂട്ട് കപ്പാസിറ്റി 491 ലിറ്റേഴ്സ് ആണ്, 60-40 സ്പ്ലിറ്റ് ഉണ്ട്. സോ യു ക്യാൻ ഹാവ് സം മോർ അഡീഷണൽ ഫ്ലെക്സിബിലിറ്റി. ബാക്ക് സീറ്റ് ആണെങ്കിലും ഇറ്റ്സ് സഫിഷ്യൻറ്റ്. വലിയ വിട്ടൊന്നുമില്ല, ഇറ്റ്സ് ഓൺലി ഗുഡ് ഇനഫ് ഫോർ 2 പീപ്പിൾ. 3 പേരിരിക്കുമ്പോൾ ഇത്തിരി ഒരു സ്ക്വീസാണ്, കാരണം വണ്ടി അത്രയ്ക്കുള്ള വീതിയൊന്നുമില്ല. ബി സെഗ്മെൻറ്റിലുള്ള വണ്ടികളിൽ ഏറ്റവും വീതി കുറവുള്ള വണ്ടികളിലൊന്നാണ് ഈ കുഷാക്കും അതുപോലെ തന്നെ ടൈഗണും. ബട്ട് ലെഗ് റൂം ഈസ് സഫിഷ്യൻറ്റ്. നമുക്ക് സീറ്റിൻ്റെ പോസ്ചർ വളരെ നല്ലതാണ് ബാക്കിലിരിക്കുമ്പോൾ. സൈഡിൽ ബ്ലൈൻഡ്സ് ഒന്നുമില്ല, പക്ഷേ യു ഗെറ്റ് AC വെൻസ്. അതിൻ്റെ താഴെ ചാർജിങ് പോർട്ട് ഉണ്ട്. ആൻഡ് അതിൻ്റെ സൈഡിലായിട്ട് 2 സ്ട്രേഞ്ച് ലുക്കിംഗ് ബട്ടൺസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷേ ദേ ആർ ഫോർ ദ റിയർ സീറ്റ് മസാജ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കേട്ട് കേൾവിയില്ലാത്തൊരു ഫീച്ചർ സ്കോഡ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിൽ കുറേ എയർ പോക്കറ്റ്സ് ഉണ്ട് വിച്ച് വിൽ ഇൻഫ്ലേറ്റ്. അതൊരു പാറ്റേണിലാണ്, നമുക്ക് മസാജ് ടൈപ്പ് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദേ വിൽ ഇൻഫ്ലേറ്റ് ആൻഡ് ഒരു 7-8 പ്രഷർ പോയിന്റ്സിൽ ദേ വിൽ ഇൻഫ്ലേറ്റ് ആൻഡ് ഡിഫ്ലേറ്റ്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു പുറത്തൊരു നീഡ് ചെയ്യണ പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്ന മസാജ് ഫംഗ്ഷൻ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ എങ്കിലും ആ സ്വിച്ചുമ്പോൾ കൊടുക്കായിരുന്നു. അത് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ആ സീറ്റുമ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതിങ്ങനെ വീർത്ത് വരുന്നത്. എഗെയിൻ അതൊരു സയൻറ്റിഫിക് മസാജ് ആണോ, അതുകൊണ്ട് വല്ല ഡിഫറൻസ് ഉണ്ടാവുമോ, ബാക്ക് പെയിൻ പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗുഡ് ടു ഹാവ് ദാറ്റ് ഫീച്ചർ. കുറേ നേരമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുറത്തൊരു എന്തൊക്കെയോ ഒരു റിലാക്സിങ് ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഐ സ്പെൻഡ് സംതിങ് ലൈക്ക് ഒരു ഹാഫ് ആൻ അവർക്ക് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റ്സിന് മസാജ് ഒന്നുമില്ല, പക്ഷേ ദിസ് ബീയിങ് ദ 1 ലിറ്റർ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ വൈബ്രേഷൻ കിട്ടും വിച്ച് ക്യാൻ ബി ഫെൽറ്റ് ത്രൂ ദ സ്റ്റിയറിംഗ്. അതുപോലെ തന്നെ ഫയർ വാളിൻ്റെ അവിടെ നമ്മുടെ ഡെഡ് പെഡലിൽ കൂടെ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഇൻട്രൂസീവ്, ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഡീസൻറ്റ് എഞ്ചിനാണ്, 1 ലിറ്റർ ആണ്, 3 സിലിണ്ടർ ആണ്, 115 bhp ആൻഡ് 178 Nm ടോർക്ക്. അതിന് പുതിയതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫോക്സ് വാഗൻ ഇതിനെ AQ300 എന്നാണ് വിളിക്കുന്നത്. മുന്നത്തെ AQ250 ആയിരുന്നു. A സ്റ്റാൻഡ്സ് ഫോർ ഓട്ടോമാറ്റിക്. 250-300 എന്നൊക്കെ പറയുന്ന അതിൻ്റെ സ്പെസിഫിക് ടോർക്ക് ലിമിറ്റ്സ് ആണ്. ഇവരെ DSGകൾക്കൊക്കെ DQ എന്നുള്ള പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. AQ എന്നൊക്കെ ഉള്ളത് ഫോക്സ് വാഗൻ വിളിക്കുന്ന പേരുകളാണ്. എയ്സിൻ ഹാസ് ഡിഫറെൻറ്റ് നെയിംസ് ഫോർ ഇറ്റ്. AW F8 G30 അല്ലെങ്കിൽ TG80LS എന്നൊക്കെയാണ് എയ്സിന് അതിന് ഇൻറ്റേർണൽ കോഡ് നെയിം കൊടുത്തേക്കുന്നത്. എക്സിസ്റ്റിംഗ് ആ ഒരു 6 സ്പീഡ് TF60 SN എന്ന് പറയുന്ന ആ ഒരു ഗിയർ ബോക്സിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ മാരുതി ഉപയോഗിക്കുന്ന ഒരു ടൊയോട്ട, അതുപോലെ തന്നെ ഫോക്സ് വാഗൻ, സ്കോഡ, ടാറ്റ, മഹീന്ദ്ര, സിട്രോയൻ എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൻ്റെ ഇൻ്റർനാഷണൽ റീപ്ലേസ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 8 സ്പീഡ്. 2 ഗിയർ കൂടുതലാണെങ്കിലും ഇത് കുറച്ചും കൂടി ചീപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇതിൻ്റെ മാനുഫാക്ചർ ഇനി ചൈനയിലും ബ്രസീലിലൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി ചീപ്പറായിരിക്കും അവിടെ നിർമ്മിക്കാനായിട്ട് മറ്റേ ഗിയർ ബോക്സിനായാലും. അതുകൂടാണ്ട് അധികം മാനുഫാക്ചറേഴ്സ് ഇത് കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കോസ്റ്റ് വിൽ ഇവൻച്വലി കം ഡൗൺ. ഇവർ പറയുന്നത് ദിസ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി, കാരണം കൂടുതൽ ഗിയേഴ്സ് ഉള്ളതുകൊണ്ട് ഹയർ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് എഞ്ചിൻ വിൽ ബി റണ്ണിങ് അറ്റ് ലോവർ RPM. അപ്പോൾ അതുകൊണ്ട് എമിഷൻസിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പവർ കുറഞ്ഞ വണ്ടികൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഇനീഷ്യൽ ഗിയേഴ്സ് കുറേ കൂടി ഷോർട്ടറാണ്. സോ ദാറ്റ് വിൽ ഗിവ് ഇറ്റ് ബെറ്റർ ആക്സിലറേഷൻ. അതേപോലെ തന്നെ കുറേ കൂടിയും വലിയ എഞ്ചിനുകളാണെങ്കിൽ കൂടുതൽ റിലാക്സ്ഡ് ആയിരിക്കും ഹൈവേ ക്രൂസിങ്ങിന്, ബിക്കോസ് ദ 7th and 8th ഗിയേഴ്സ് ആർ വെരി വൈഡ് അപ്പാർട്ട്. പഴയതിന് വെച്ച് നോക്കുമ്പോൾ പഴയതിൽ ഐ തിങ്ക് 1.315 അങ്ങനെ എന്തോ ആയിരുന്നു ഓരോ ഗിയേഴ്സ് തമ്മിലുള്ള സ്റ്റെപ്സ്. ദിസ് ഈസ് മച്ച് മോർ ക്ലോസർ, 1.27 അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഇറ്റ് ഗീവ്സ് എ ബിറ്റ് മോർ ബെറ്റർ ടോക്ക് സ്പ്രെഡ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് വണ്ടിക്ക് ആക്സിലറേറ്റ് ചെയ്യാനും ക്രൂസ് ചെയ്യാനൊക്കെ പറ്റും. ആ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഞാൻ ആദ്യം ഓടിക്കുന്നത് പോളോ 1 ലിറ്റർ TSA ഇറങ്ങിയപ്പോഴാണ്. പക്ഷേ അതിലാ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും വണ്ടി അങ്ങ് നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഗേറ്റിൽ നിന്നൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ സാധാരണത്തിൽ സ്പീഡ് കൂടുതലുണ്ടാവും, അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടീനെ നിർത്തണം. ക്രീപ്പ് കൊടുത്തേക്കണം തന്നെ നമുക്ക് ട്രാഫിക്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു 10-15% മറ്റു വണ്ടികളുടെ ക്രീപ്പിനേലും ഫാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇറ്റ് റിയലി ക്രീപ്സ് യു ഔട്ട്. പക്ഷേ ആ ഒരു ക്രീപ്പ് സ്പീഡ് ശരിക്കും പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഒരു സ്വഭാവത്തിനേക്കാൾ ഒരു എഞ്ചിൻ്റെ ട്യൂണിങ് കാരണമാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഈ ഗിയർ ബോക്സ് ഉള്ള മറ്റ് എഞ്ചിനുകൾ ഓടിച്ചപ്പോൾ മനസ്സിലായി. എസ്പെഷ്യലി ഫ്രോങ്സ് 1 ലിറ്റർ ടർബോ ഓടിച്ചപ്പോൾ, കാരണം അതിലൊന്നും അത്രയും ഫാസ്റ്റായിട്ട് ക്രീപ്പ് ചെയ്യുന്നില്ല. ഇതിന് റീസൺ എന്ന് പറയുന്ന ഫോക്സ് വാഗൻ ഈ ഒരു 1 ലിറ്ററിൽ കൊടുത്തേക്കുന്ന ആൻറ്റി സ്റ്റോൾ ഫീച്ചറാണ്. ബേസിക്കലി എഞ്ചിൻ ഓഫായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഒന്ന്
കുറച്ചും കൂടി ഒന്ന് എഞ്ചിൻ RPM റേസ് ചെയ്യും, ഐഡിയലിന് മുകളിലേക്കുള്ള ഒരു RPMത്തിലേക്ക് കൊണ്ടുപോകും. സോ ദാറ്റ് വേ നമുക്ക് ആ എഞ്ചിൻ ഓഫായി പോവുകയില്ല, അതുപോലെ തന്നെ ചെറിയൊരു ഫോർവേഡ് മൂവ്മെൻറ്റും കിട്ടും. ഇതിൽ കുറച്ച് ഫ്യൂവൽ കൂടുതൽ കൊടുത്തേക്കുന്നതുകൊണ്ടാണ് വണ്ടി നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് വന്നപ്പോഴും ഇവിടെ ഉണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് തോന്നുന്നില്ല. ഇറ്റ് സ്റ്റിൽ ഈസ് എ ലിറ്റിൽ ഫാസ്റ്റർ ദാൻ ഐഡിയൽ. നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോഴും ബ്രേക്സ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. ബട്ട് ദെൻ അഗെയിൻ എഞ്ചിൻ സ്ലോ ആയി ഓഫായി പോകാൻ പോകുന്ന ലോ എൻഡ് ഇല്ലാണ്ട് തോന്നുന്നതിലും കുറച്ചും കൂടി നല്ലതാണ്, എനർജറ്റിക് ആയിട്ട് തോന്നുന്ന ഈ ഒരു ഫീൽ എന്നുള്ളത് വെച്ചിട്ട് നമുക്കത് കുഴപ്പമില്ല. ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ റെസ്പോണ്ട് ചെയ്യണത് കുറച്ചും കൂടി ഫാസ്റ്ററാണ്. മറ്റേതുപോലെ ഒരു സെക്കൻഡ് ഓഫ് ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നത് കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഗിയർ ബോക്സിൽ. ഇറ്റ് ഫീൽസ് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്. ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിനൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. അതുപോലെ തന്നെ ഒരു സ്പോർട്ട് മോഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടിയും ഗിയർ ബോക്സ് എഞ്ചിൻ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യു ഗെറ്റ് പാഡിൽ ഷിഫ്റ്റേഴ്സ് വിച്ച് യു ക്യാൻ യൂസ്. ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റ് പോയിന്റ്സ് ഒക്കെ ഒബ്വിയസ്ലി കുറേ കൂടി ഡിഫറൻ്റ് ആണ്. ഷിഫ്റ്റ്സ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ആക്സലറേഷൻ ഉണ്ട്. ഇനീഷ്യൽ ഗിയേഴ്സ് ഒക്കെ വളരെ ക്വിക്കാണ്. 1 2 3 4 ഗിയേഴ്സ് ഒക്കെ വളരെ പെട്ടെന്ന് മാറുന്നുണ്ട്. ഒരു 5th 6th ഒക്കെ ആകുമ്പോഴത്തേക്കും എഞ്ചിൻ പ്രോപ്പർലി റിലാക്സ്ഡ് ആണ്. ഒരു 85 ഒക്കെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് 8 ഗിയർ ഇടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് നമുക്കൊരു 65ൻ്റെ താഴെ പോകുമ്പോഴേ അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി 7th ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഹാസ് ഗുഡ് ഓപ്പറേഷണൽ റേഞ്ച്. ഇപ്പോൾ ഒരു ചെറിയൊരു എഞ്ചിനാണ്, 1 ലിറ്റർ ആണ്. സാധാരണ 8 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ദ ഗിയർ ബോക്സ് ഈസ് വെരി ഫ്ലെക്സിബിൾ ബിക്കോസ് ഓഫ് ദാറ്റ്. എഞ്ചിൻ്റെ ആ ഒരു 3 സിലിണ്ടർ ത്രം നമുക്ക് കണ്ടിന്യൂസ്ലി ഫീൽ ചെയ്യും. ഇറ്റ് ഫീൽസ് എ ലിറ്റിൽ ലൗഡ്, കുറച്ചൊരു അൺറിഫൈൻഡ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ പെർഫോമൻസ് ഈസ് പ്രെറ്റി ആഡിക്വേറ്റ്. നമുക്ക് മിക്കവാറും സിറ്റി യൂസിനും പല ആളുകൾക്കൊക്കെ ഇത് മതിയാവും. ആവശ്യത്തിനുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇഫ് യു റിയലി വാണ്ട് എ ഫാസ്റ്റർ കുഷാക്ക് 1.5 ഉണ്ട്, 4 സിലിണ്ടർ ആണ്. ആ ഒരു 150 bhp to 150 Nm ടോർക്കുള്ള ആ ഒരു എഞ്ചിൻ. അതിന് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു മുന്നേ, അത് അവർ എടുത്ത് കളഞ്ഞു. സോ ഓട്ടോമാറ്റിക് ഈസ് യുവർ ഓട്ടോമാറ്റിക് ചോയ്സ്, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ബട്ട് നല്ലൊരു 7 സ്പീഡ് DCT ആണ്. അത്യാവശ്യം ക്വിക്ക് ഷിഫ്റ്റിംഗ് ഒക്കെയാണ്. നമ്മൾ ബാക്കി കിയ ഹ്യുണ്ടായി റേഞ്ചിലൊക്കെ ഉള്ള വണ്ടികൾ DCT വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടിയും എന്തൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ എഞ്ചിന് സിലിണ്ടർ ഡീആക്ടിവേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതായത് 4 സിലിണ്ടറിൽ 2 സിലിണ്ടറൊക്കെ കട്ട് ഓഫ് ചെയ്ത് ഹൈവേയിൽ ക്രൂസ് ചെയ്യുന്ന സമയത്ത് 2 സിലിണ്ടർ മോഡിലൊക്കെ ഓടും. ദാറ്റ് വേ യു ക്യാൻ സേവ് സം ഫ്യൂവൽ ഇഫ് യു കെയർ അബൌട്ട് സച്ച് എ തിങ്. വേറെ കുഷാക്കിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഹാസ് ദ സെയിം എക്സാക്ട് സസ്പെൻഷൻ, ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ, ബാക്കിൽ ടോർഷൻ ബീം, മുന്നേ ഉണ്ടായിരുന്ന ആ സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും. റൈഡ് ക്വാളിറ്റി ഒരു ചെറിയൊരു ഫേംനെസ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് വെരി പ്ലയൻ. നമുക്ക് ആ ഒരു റോഡിലെ ബംപ്സ് ഒക്കെ നല്ല രീതിയിലൊക്കെ അബ്സോർബ് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു ജർമ്മൻ ടോട്ട്നെസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹാൻഡ്ലിംഗ് ഈസ് ഓൾസോ വെരി എൻ്റർടൈനിങ്. നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ദിസ് ഗ്രിപ്സ് വെൽ. അതുപോലെ ബ്രേക്സും നല്ല കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. ഇതിൻ്റെ 1.5 വേർഷന് ബാക്കിൽ ഡിസ്ക് ബ്രേക്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഈവൻ ആ ഒരു സ്റ്റാൻഡേർഡ് ഡ്രം ബ്രേക്സ് ഉള്ള വേർഷനും ഇറ്റ് ഹാസ് ഇനഫ് സ്റ്റോപ്പിംഗ് പവർ. ഒരു വൈൻഡിങ് കോർണറിലേക്ക് എത്തുന്നുണ്ട്. സ്കോഡയുടെ ഒക്കെ ആ ഒരു എൻ്റർടൈനിങ് ക്യാരക്ടർ രസമുണ്ട്. സ്റ്റിയറിംഗ് ഭയങ്കര ഫീഡ്ബാക്ക് ഒന്നുമല്ല, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ആസ് ഗുഡ് ആസ് ദി സെഗ്മെൻറ്റ് ഗെറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ദ കൈലാക് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫണ്ടിന് വേണ്ടിയിട്ട് ഐ വുഡ് ടോട്ടലി റെക്കമെൻഡ് ദിസ് കാർ. അപ്പോൾ അതൊക്കെയാണ് കുഷാക്ക് ഫേസ് ലിഫ്റ്റിൻ്റെ പ്രത്യേകതകൾ. നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടമായോ എന്നുള്ളതും ഇതിലെ ഫീച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ഡസ്റ്ററിൻ്റെ ഡ്രൈവാണ് അടുത്തത്. പക്ഷേ ഡേറ്റ് ക്ലാഷ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ അതായിരുന്നു അടുത്ത വീഡിയോ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.